ആശമാർ രണ്ടാം ഘട്ട സമരത്തിലേക്ക് കടക്കുമ്പോഴാണ് ജെ.പി. നഡ്ഡയുടെ പ്രഖ്യാപനം ഇന്ന് പാർലമെന്റിൽ ഉണ്ടാകുന്നത്. ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങൾക്കും കുടിശ്ശിക മുഴുവൻ നൽകിയിട്ടുണ്ടെന്നും ഓണറേറിയത്തിൽ വർധനയുണ്ടാകാനുള്ള സാധ്യതയും അദ്ദേഹം മുൻകൂട്ടി വ്യക്തമാക്കുകയായിരുന്നു. ധനസഹായം വർദ്ധിപ്പിക്കാനുള്ള സാധ്യത അദ്ദേഹം വ്യക്തമാക്കി. ആശാവർക്കർമാർക്കൊപ്പം ശ്രീനന്ദ ചേരുന്നു വിവരങ്ങളുമായി. ശ്രീനന്ദ, ഈ കേന്ദ്രം ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തുകയും പാർലമെന്റിൽ പ്രസ്താവന നടത്തുകയും ചെയ്തത് എത്രത്തോളം ആശാവഹമായാണ് ആശാപ്രവർത്തകർ കാണുന്നത്? നമുക്ക് പിന്നിലിപ്പോൾ കാണാൻ സാധിക്കുന്ന പോലെ ആശമാരെല്ലാം വളരെയധികം സന്തോഷത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഇങ്ങനെ ഒരു നീക്കത്തിൽ. രാജ്യസഭയിൽ ജെ.ഡി. നദ്ദ അവതരിപ്പിച്ചതുപോലെ തന്നെ ഇങ്ങനെ കേരളത്തിൽ എല്ലാ കുടിശ്ശികളും നൽകി കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നമുക്ക് നമ്മുടെ ജനറൽ സെക്രട്ടറി ആയ ബിന്ദുവിനോട് തന്നെ ചോദിക്കപ്പോഴാണ് രാജ്യസഭയിൽ നമ്മുടെ വേതനം കൂട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ അറിഞ്ഞു. പക്ഷെ അതിനകത്ത് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇൻസെൻറ്റീവ് ആണോ വർദ്ധിപ്പിച്ചത്, അതോ സംസ്ഥാനത്തിന് കൊടുക്കുന്ന തുക വർദ്ധിപ്പിച്ചതാണോ? ഇൻസെൻറ്റീവ് ആണ് വർദ്ധിപ്പിക്കേണ്ടതെന്നാണ് നമ്മൾ ദീർഘകാലമായി ആവശ്യപ്പെടുന്നത്. 17 വർഷത്തിന് മുമ്പ് ഉള്ള ഇൻസെൻറ്റീവുകളാണ് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് വ്യക്തത വരണം. എന്തായാലും നമ്മുടെ ഈ സമരത്തിലൂടെ ഇന്ത്യയിലെ 10 ലക്ഷത്തോളം വരുന്ന ആശാവർക്കർമാർക്ക് അവരുടെ വേതനം വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടാൻ നമ്മളെ സമരം ഇടയാക്കി എന്നുള്ളത് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെയും കാണുകയാണ്. തീർച്ചയായിട്ടും അവരുടെ വലിയൊരു സന്തോഷ പ്രകടനമാണ് നമുക്ക് പിന്നിലിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ജെ.പി. നദ്ദയുടെ ഇങ്ങനെയൊരു കേരളത്തിന് എല്ലാ കുടിശ്ശികളും നൽകിയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ കേരളത്തിന് പണം വിനിയോഗിച്ചതിൻ്റെ വിശദാംശങ്ങൾ കേരളത്തിൽ നിന്ന് നൽകിയിട്ടില്ല എന്നൊരിതാണ് പറയുന്നത്. എന്നാൽ ഇവിടെയുള്ള പ്രവർത്തകരെല്ലാം തന്നെ വളരെയധികം സന്തോഷത്തിലാണ്. തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ നടത്തി തരുന്നു എന്നൊരു സ്നേഹപ്രകടനമാണ് ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അവർ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. അവർ കൈകൊട്ടിക്കൊണ്ട് ആഘോഷിക്കുകയാണ്. തങ്ങൾക്കിപ്പോൾ ഒരു കേന്ദ്ര സർക്കാരിൽ നിന്ന് തങ്ങൾക്കിപ്പോൾ ലഭിച്ച ഈ ഒരു കേരള സർക്കാർ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരിടത്ത് കേന്ദ്ര സർക്കാർ തങ്ങളെ നോക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്നുമാണ് ഇവിടെ പറയുന്നത്. ഓരോവരും ഇവിടെ ഒന്നും പറയാൻ ഒരുപാട് കഷ്ടപ്പെട്ട് അതിന് ഞങ്ങൾക്ക് കാണിച്ചു തന്ന ആ ഒരു സങ്കടം എല്ലാം കൂടെ ഉണ്ട്. 30 ദിവസമായി ഇവിടെ വെയിലും മഴയും കൊണ്ട് നിൽക്കും. നമ്മളെല്ലാരും പരിഹസിച്ചിട്ടിരിക്കും. 30 ദിവസം വെയിലും മഴയും കൊണ്ടിട്ടാണ് നമ്മള് കരയുന്നല്ല. എന്നാലും നമുക്ക് ഒരുപാട് ഉള്ളിൽ അടക്കി പിടിച്ചിരിക്കും. കേരള സർക്കാർ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിട്ട് പോലും തിരിഞ്ഞു നോക്കുന്നൊരു ഇല്ല. അതാണ് അവർക്ക് വേണ്ടി ഞങ്ങൾ വേർപ്പൊഴിക്ക് പണിയെടുത്ത് 10-18 വർഷം നമ്മളെ തിരിഞ്ഞു നോക്കിയില്ല. ഒരു വാക്ക് പോലും ഞങ്ങളോട് വന്ന് പറഞ്ഞില്ല. 30 ദിവസം വെയിലും മഴയും കൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഞങ്ങളെ സങ്കടം ദൈവം ബാക്കിയുള്ളവർക്ക് അറിയാം. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിനുള്ള ഒരു നന്ദി സൂചകം തന്നെയാണ് ഇവിടെ എല്ലാവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. അവരെല്ലാം സന്തോഷാശ്രമാണ് അവരുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകുന്നത്. അവരെല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. ചേച്ചി എത്രത്തോളം ഞങ്ങളുടെ 30 ദിവസത്തെ ഭഗീരഥ പ്രയത്നത്തിന്റെ ഫലമാണ്. രാവെന്നോ മഴയൊന്നോ ഇല്ലാതെ ഇത്രയും വനിതകൾ ഈ തെരുവോരത്ത് ഉറങ്ങിയും എണീറ്റുമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു വനിത ആരോഗ്യമന്ത്രി ഇരുന്നിട്ട് അവരുടെ മൂക്കിൻ തുമ്പിൽ ഇരുന്നിട്ട് പോലും ഒന്ന് കണ്ണു തുറക്കുകയോ ഈ സമരപന്തലിൽ വന്ന് 1 മിനിറ്റ് നേരം ചെലവഴിക്കുകയോ ചെയ്തില്ല. പക്ഷേ കേന്ദ്രം നമ്മളെ കണ്ടു. നമ്മുടെ പ്രയത്നത്തിന്റെ ഫലമായി രാജ്യസഭയിലും ലോകസഭയിലും ഞങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുകയും അവർ ഞങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനമെടുത്തു. പക്ഷെ അത് പ്രാവർത്തികമാക്കണം. തീരുമാനം അറിയിച്ചാൽ മാത്രമല്ല, വാക്കാൽ മാത്രം പോരാ, അത് പ്രാവർത്തികമായി നമുക്ക് കിട്ടണം. മറ്റേത് ഇതിലേക്ക് വേണ്ടി പൊങ്കാല ആരോഗ്യമന്ത്രിയുടെ കണ്ണ് തുറക്കാൻ വേണ്ടി ഞങ്ങൾ ഇതിന്റെ മുന്നിൽ അനന്തപുരിയുടെ മുന്നിൽ പൊങ്കാല ഇടാൻ വരെ തീരുമാനിച്ചു. മനസാക്ഷിയുള്ള ഒരു ആരോഗ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ 1 മണിക്കൂർ നേരം ഇവിടെ വന്നിരുന്നുവെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് അവർ മനസ്സിലാക്കുമായിരുന്നു. മണിമന്ദിരങ്ങളിൽ നിന്ന് കൊട്ടിഘോഷിച്ചപ്പോൾ ഇത്രയും ആശാവർക്കർമാർ ഈ തെരുവോരത്തിലാണ് ഈ വനിതാ ദിനം ആഘോഷിച്ചത്. എന്നും ഈ കേരള ഭരിക്കുന്ന മന്ത്രിമാർ ലജ്ജ കൊണ്ട് തല താഴ്ത്തണം. ഈ വനിതാ ദിനം മാർച്ച് 8 അവർ മണിമന്ദിരങ്ങളിൽ ഇരുന്ന് ആഘോഷിച്ചു.
സന്തോഷിച്ചപ്പോൾ ഇത്രയും വനിതകളെ തെരുവിലിറക്കിക്കൊണ്ട് അവർ കണ്ണു തുറക്കുകയോ ആ വേദിയിലൊന്ന് വന്ന് അവരെ കാണാനോ ശ്രമിക്കാത്ത ഇവർ ചരിത്രം കുറിക്കും. ഇവരെ കുറിച്ചുള്ള ലജ്ജാകരമായ കാര്യങ്ങൾ എഴുതി ചരിത്രത്തിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. മാർച്ച് 17-ാം തീയതിയുള്ള നിങ്ങൾ അതുപോലെ തന്നെ തുടരാനാണോ? തീർച്ചയായിട്ടും ഞങ്ങൾ ജീവിക്കുകയോ മരിക്കുകയോ ചെയ്യട്ടെ, ഞങ്ങളുടെ ലക്ഷ്യം നേടാതെ ഞങ്ങൾ പുറകോട്ടില്ല. ഉറച്ച തീരുമാനമാണത്. നമ്മുടെ സർക്കാരില്ല. നമ്മുടെ ഈ പ്രശ്നം കൊണ്ട് നമ്മുടെ കേരളത്തിലെ മാത്രം ആശമാർക്കല്ല, ഇന്ത്യയിലെ മൊത്തം ആശമാരെ 10 ലക്ഷത്തിൽ പുറത്തു വരുന്ന ആശമാർക്കും വേണ്ടി തന്നെയാണ് നമ്മൾ ഈ സമരം ചെയ്യുന്നത്, ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. തീർച്ചയായിട്ടും അവർ വളരെയധികം സന്തോഷത്തിലാണ്. എന്നാൽ ഈ ഒരു തീരുമാനമെടുത്തത് അത് പ്രാമുഖ്യത്തിൽ വരണം എന്ന് തന്നെയാണ് ആശാ വർക്കർമാർ ഇപ്പോൾ ഇവിടെ വ്യക്തമാക്കുന്നത്. എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. അവരുടെ സന്തോഷം നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എല്ലാ അമ്മമാരും കുട്ടികളും ഇതുപോലെ തന്നെ മാർച്ച് 17-ാം തീയതി അവർ എന്താണോ സമരമുഖങ്ങൾ മുന്നേറാൻ ഉപയോഗിക്കുന്നത് അത് തന്നെ അവർ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയുന്നത്. അവരിപ്പോൾ ആവേശത്തോടു കൂടി ഇരിക്കുവാണ്. ചേച്ചി, എന്താണ് ആദ്യം പറയുന്നത് വളരെ സന്തോഷം. എല്ലാ ദൈവത്തിനും നന്ദി. കാരണം 30 ദിവസമാവും നിന്നായപ്പോഴും ഈ പൊരുവെയിൽ കിടന്നത് പരിഹാസവും കുത്തുവാക്കുകളും ആക്ഷേപങ്ങളും കേട്ട് ഞങ്ങൾ മനസ്സ് തളരാതെ ഞങ്ങൾ ഇവിടെ നിന്നു. ഞങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം. ഒപ്പം സ്ത്രീകൾ വിചാരിച്ചാൽ പലതും നേടാൻ കഴിയും എന്നുള്ളതും ആ ഒരു സന്തോഷം. വനിതാ ദിനത്തിൽ നിങ്ങളെ ഇവിടെ റോഡരികിൽ കുത്തിയിരുത്തിയിട്ടാണ് നമ്മുടെ സർക്കാർ പോയിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത്? ഞങ്ങളുടെ സന്തോഷം ഒപ്പം സർക്കാരിനുള്ള ചുട്ട മറുപടിയാണ് കേന്ദ്രം കൊടുത്തിരിക്കുന്നത്. അത് വാക്കുകളുണ്ട് ഈ ഒരു സമയത്ത് പറഞ്ഞാൽ തീരുമില്ല. പക്ഷേ ഇവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഞങ്ങളെ ചിന്തിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഈ പൊരുവെളുത്തരം കിടക്കേണ്ടി വരത്തില്ലായിരുന്നു. പക്ഷേ അത് ഞങ്ങളെ കാണേണ്ടുന്നവർ കണ്ടു. ഞങ്ങളെ കാണാൻ വന്ന കേന്ദ്രമന്ത്രി ഏത് പാർട്ടി ആയിക്കോട്ടെ, പക്ഷേ ആ കോരിച്ചൊരിയുന്ന മഴയത്ത് ഒരു മനുഷ്യത്വം കാണിച്ച മനുഷ്യനാണ് സുരേഷ് ഗോപി സാറ്. അതിനോട് അദ്ദേഹത്തെ പോലും അപമാനിക്കുന്ന രീതിയിലാണ് തൊഴിലാളി വർഗത്തിൻ്റെ ഒരു നേതാവ് സംസാരിച്ചത്. അത് ഈ സ്ത്രീകൾ ഏത് പാർട്ടിക്ക് അതീതമായിട്ട് ഒരു സ്ത്രീയും അത് സഹിക്കൂല, പൊറുക്കൂല. അതെപ്പോഴും സ്ത്രീയുടെ മനസ്സിൽ ഒരു കനലായിട്ട് കിടക്കും. കാരണം അധ്വാനിക്കുന്ന സ്ത്രീവർഗം, അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീവർഗം ഒരു കുടുംബം പോറ്റാൻ വേണ്ടി അവിടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പലപ്പോഴും സഹിച്ചു ക്ഷമയുടെ നെല്ലിപ്പല കണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ആ സമരം ചെയ്യുന്ന ഞങ്ങളോട് ഒരു തൊഴിലാളി സർക്കാരിൻ്റെ അനുഭാവികൾ പറഞ്ഞ ഓരോ ആക്ഷേപങ്ങളും ഞങ്ങളതെല്ലാം മനസ്സിൽ കുറിച്ച് വിഷമിച്ചിരുന്നാണ് ഞങ്ങൾ ഇത്രയും നാൾ നിന്നത്. പക്ഷേ ആ നിന്നെങ്കിലും ഞങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ അഭിമാനമാണ്, ആശ എന്ന നിലയിൽ അഭിമാനമാണ്, ഒരു തൊഴിലാളി എന്ന നിലയിൽ അഭിമാനമാണ്. വളരെ സന്തോഷം. ഞങ്ങളെ കണ്ട എല്ലാ നേതാക്കന്മാർക്കും ഈ ഒറ്റ വാക്കിൽ സന്തോഷം പറയുന്നു. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനുള്ള ഒരു നന്ദി സൂചകമാണ് ഇപ്പോൾ ആശാ വർക്കർമാർ ഇവിടെ നമുക്ക് അവരുടെ വാക്കുകളിൽ നമുക്ക് വ്യക്തമാവും. വളരെയധികം സന്തോഷത്തിലാണ്. ഇങ്ങനെ വന്നൊരു തീരുമാനം ഇനി അത് പ്രാവർത്തികമാക്കണം എന്ന് മാത്രമാണ് ആശാ വർക്കർമാർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. കേരള സർക്കാർ കാണാത്തൊരിടത്ത് കേന്ദ്ര സർക്കാർ തങ്ങളെ കണ്ടു എന്നൊരു തങ്ങളുടെ വിഷമം മനസ്സിലാക്കി തങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്നൊരു കാര്യമാണ് ഇപ്പോൾ ഇവർ നമ്മോട് വ്യക്തമാക്കുന്നത്. വീണ, വലിയ സന്തോഷമാണ് ആശാപ്രവർത്തകർ പ്രകടിപ്പിക്കുന്നത്. ഒരു പക്ഷേ വലിയ വേദനയോടെ കഴിഞ്ഞിരുന്ന 30 രാപ്പകലുകൾക്കൊടുവിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായപ്പോൾ പാർലമെന്റിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരികയും അവരുടെ കഠിനാധ്വാനത്തെയും അത്യധ്വാനത്തെയും കാണുന്നുണ്ട് എന്ന് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തപ്പോൾ അവരുടെ സന്തോഷം അവർ ജനം TV ക്യാമറയ്ക്ക് മുന്നിൽ അറിയിക്കുകയായിരുന്നു. പലരും പൊട്ടിക്കരയുകയായിരുന്നു സന്തോഷം കൊണ്ട്.